നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളെയും ഹർഷാരവത്തോടെ സ്വീകരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നത്. താൻ ലോക്സഭയിലെ മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളുടെയും ഓരോ പാർട്ടികളുടെയും പ്രതിപക്ഷ നേതാവാണ്, അതിൽ ഒരു സംശയം വേണ്ട എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കിയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ 29 എംപിമാരും സംയുക്തമായി ചേർന്ന് രാഹുൽ ഗാന്ധിയെ കണ്ട ഒരു പ്രധാനപ്പെട്ട നീക്കം പാർലമെൻറ്റിൽ നടത്താൻ ഒരുങ്ങുകയാണ്. അത് മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം സർക്കാരിനെതിരെ 18ാം ലോക്സഭയിൽ ആദ്യത്തെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കമാണ്. നിലവിൽ കൃഷ്ണനഗറിൽ നിന്നുള്ള അംഗമായിട്ടുള്ള മഹുവ മൊയ്ത്രയുടെ കൂരമ്പുകൾ ഏറ്റ് ഇപ്പോഴും നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ BJP നേതൃത്വത്തിന് മഹുവ മൊയ്ത്ര എന്നത് ഭയാനകം അഥവാ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മഹുവയുടെ വാക്കുകൾ തീക്ഷ്ണത നിറഞ്ഞതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJP നേതൃത്വത്തിനെതിരെ ആദ്യമായി അവിശ്വാസം കൊണ്ടുവരാൻ തങ്ങൾ മുൻകൈയെടുക്കുകയാണ് എന്ന് തൃണമൂലിൻ്റെ നേതാവായ മമതാ ബാനർജി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ BJP നേതൃത്വത്തിന് നല്ല രീതിയിലുള്ള വിമ്മിട്ടമുണ്ട്. കോൺഗ്രസിനെയല്ല, തൃണമൂലിനെയാണ് BJP ഏറ്റവും കൂടുതൽ ഈ അടുത്ത നാളുകളിലായി ഭയന്നു തുടങ്ങിയിരിക്കുന്നത്. ഒരു നേട്ടം കൊയ്തെടുക്കാൻ അഥവാ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കാൻ ഏതറ്റം വരെയും പോകുന്ന മമതാ ബാനർജി പലപ്പോഴായി കോൺഗ്രസിനെ പരിഹസിച്ചിട്ടുണ്ട്. എന്നാൽ ആത്യന്തികമായി BJPയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിൽ ബംഗാളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ഭാഗത്തു നിന്നും വന്ന തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറായി കോൺഗ്രസിനോട് കൃത്യമായും ആലോചിച്ച് മുന്നോട്ട് പോകാൻ മമത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച് ഉചിതമായ തീരുമാനത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. നിരവധി ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്സഭയിലേക്ക് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിശക്തമായി തന്നെയാണ് അവരുടെ അംഗങ്ങൾ എതിർത്തത്. നിലവിൽ അവിടുത്തെ നേതാവായിട്ടുള്ള കല്യാൺ ബാനർജി ചൂ കിറ്റ് കിറ്റ് എന്ന കളിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. 240ലേക്ക് BJP കുപ്പുകുത്തുമ്പോൾ ഇനിയും ലോക്സഭയിലെ അംഗങ്ങളിൽ പലരും BJP വിട്ടുപോകും എന്നാണ് പറയുന്നത്. ബംഗാളിൽ ജയിച്ച 12 എംപിമാരിൽ 6ഓളം പേർ വളരെ വൈകാതെ തന്നെ തൃണമൂലിലേക്ക് പോകാൻ വേണ്ടി രാജിവെക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ 4 സ്ഥലങ്ങളിലെ ഫലം വരുമ്പോൾ, സംസ്ഥാനത്തെ 4 അസംബ്ലി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും 30,000 വോട്ടിലേറെ ലീഡോടുകൂടിയാണ് ജയിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ മിന്നുന്ന വിജയത്തോടുകൂടി BJP ടിക്കറ്റിൽ നിന്ന് ജയിച്ചവർക്ക് ആത്മവിശ്വാസമുണ്ട്. ബംഗാളിൽ ഇനിയുള്ള 5 കൊല്ലം മുന്നോട്ട് പോവുക കഠിനമായിരിക്കുമെന്നതുകൊണ്ട് തൃണമൂലിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. നമുക്കറിയാം, BJPയിലേക്ക് തൃണമൂൽ വിട്ട് ചേക്കേറിയ കുറച്ചാളുകളുണ്ട്. എന്നാൽ മുകുൾ റോയുടെ രീതി അനുസരിച്ച് തിരികെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്ന അതേ സ്റ്റാൻഡ് ഇവരും അവലംബിച്ചാൽ തീർച്ചയായും BJP നേതൃത്വത്തിന് വലിയ നഷ്ടമായിരിക്കും. പല BJPയുടെ പ്രമുഖരെയും ഇത്തവണ ബംഗാളിൽ തോൽവി അറിയിച്ചു കൊടുത്തിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് ബംഗാളിൽ മമതാ ബാനർജി ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാകുന്നത്. ഇപ്പോൾ മമതയുടെ ഏറ്റവും വലിയ ആവശ്യം ലോക്സഭയിൽ അടിസ്ഥാനപരമായും അവരുടെ ശബ്ദമെന്ന രീതിയിൽ അടിയന്തരമായും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ്. അത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. അതിന് കോൺഗ്രസിൻ്റെ എല്ലാ പിന്തുണയും മറ്റ് പാർട്ടികളുടെ പിന്തുണയും തേടി മമത ഇറങ്ങിയിരിക്കുകയാണ്.